നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. തഴുത്തല തൊടിയിൽ വീട്ടിൽ അനിതയുടെയും സഹോദരി സുജിതയുടെയും സ്വപ്നഭവനത്തിൻ്റെ കട്ടളവെപ്പ് ചടങ്ങ് നടന്നു. കേരളത്തിൽ നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും സമൃദ്ധിയുടെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെയധികം പുരോഗതി നേടിയ ഒരു നാടാണ് കേരളം. പക്ഷേ ഇതിനിടയിൽ അത്യന്തം ദയനീയമായി കഴിയുന്ന ചില ആൾക്കാരുണ്ട്. അതിനേറ്റവും തെളിവാണ് ഈ പ്രദേശത്ത് കാണുന്ന ഈ വീട്. ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു അടച്ചുറപ്പുള്ള ഒരു വാതിലോ ഒരു ജനലോ ഒന്നുമില്ലാത്ത ഒരു പൊളിഞ്ഞ വീടിനകത്ത് 4 സ്ത്രീകൾ ഒരു കുഞ്ഞുമായി താമസിക്കുന്ന ഒരു ദയനീയ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയായ സജീവ് പുല്ലാങ്കുഴിയും കാണുകയും കോളേജിലെത്തി നമ്മളുമായി ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട് ഏറ്റെടുത്ത് ഒരു പുതിയ മനോഹരമായ ഒരു വീട് ചെയ്തു കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളൊരു കൺസ്ട്രക്ഷൻ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ചാരിറ്റി സ്കീമുണ്ട്. അത് കണ്ണീരിനൊരു കൈ എന്നുള്ള ഒരു ചാരിറ്റി സ്കീമുണ്ട്. അത് NSSുമായി ചേർന്നാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം അതിൻ്റെ കൺവീനറായിട്ട് എടുത്തിരിക്കുന്നത് അർച്ചിത്താണ്. കോളേജിൻ്റെ നിന്നുള്ള സ്റ്റാഫ് മെമ്പറായിട്ടുള്ള അർച്ചിത് സാറാണ്. 2 മാസത്തിനുള്ളിൽ വരെ ഇതിനകത്ത് വർക്ക് പൂർത്തിയാക്കി ഇതിനകത്ത് താമസിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും നന്ദി. കൊട്ടിയം പുല്ലാങ്കുഴി ബിൽഡേഴ്സും കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജ് മാനേജ്മെൻറ്റും കോളേജ് NSS യൂണിറ്റും സംയുക്തമായി സ്നേഹഭവനം പദ്ധതിയുടെ ഭാഗമായി ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൊട്ടിയം തഴുത്തല തൊടിയിൽ വീട്ടിൽ അനിത, സഹോദരി സുനിജ എന്നിവർക്കാണ് സ്വപ്നഭവനം ഒരുക്കുന്നത്. കൊല്ലം ജില്ലയിൽ ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കൊട്ടിയം തഴുത്തല 21-ാം വാർഡിലെ 2 കുടുംബങ്ങളുടെ ദയനീയാവസ്ഥ ജനുവരി 31 മലയാള മനോരമ ദിനപത്രത്തിലൂടെ അറിഞ്ഞ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ സജീവ് പുല്ലാങ്കുഴി, ഡോൺ ബോസ്കോ കോളേജ് മാനേജ്മെൻറ്റ് പ്രതിനിധികളായ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബോബി, പ്രിൻസിപ്പൽ ഡോക്ടർ വൈ ജോയ് എന്നിവരുമായി ചർച്ച ചെയ്യുകയും തുടർന്ന് ഇരു കുടുംബങ്ങളും സന്ദർശിക്കുകയായിരുന്നു. അന്തിയുറങ്ങാൻ സുരക്ഷിതമായ വീടില്ലാത്ത ഇവർക്കൊപ്പം അനിതയുടെ 19-16 വയസ്സുള്ള പെൺകുട്ടികളുമുണ്ട്. അനിതയുടെ ഭർത്താവ് ബാബു അസുഖബാധിതനായി 2010 മരിച്ചു. അച്ഛൻ മരിച്ചിട്ട് 25 വർഷവും അമ്മ 1 വർഷം മുമ്പ് മരണപ്പെട്ടു. അനിത തൊഴിലുറപ്പിനും സുജിത സ്വകാര്യ കമ്പനിയിൽ പാക്കിംഗ് ജോലികളും ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. ഇവരുടെ മറ്റൊരു സഹോദരി സുനിത വിവാഹിതയായി ഭർത്തൃ വീട്ടിലാണ്. ഇവരുടെ അച്ഛൻ്റെ പേരിലുള്ള 2 സെൻറ്റ് ഭൂമിയിൽ നേരത്തെ വീടുണ്ടായിരുന്നു. കാലപ്പഴക്കത്തെ തുടർന്ന് ഈ വീട് പൊളിച്ചു നീക്കേണ്ടി വന്നു. സർക്കാരിൽ നിന്നും വീട് നിർമ്മിക്കാനായി 3 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ആധാരം മക്കളിൽ ഒരാളുടെ പേരിലേക്ക് മാറ്റിക്കിട്ടാനുള്ള നടപടികൾ വൈകി. ഒടുവിൽ മറ്റു സഹോദരിമാരുടെ സമ്മതത്തോടെ സുജിതയുടെ പേരിലേക്ക് വസ്തു എഴുതി. എന്നാൽ വീട് നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കടക്കാൻ സാമ്പത്തികം വെല്ലുവിളിയായി. നിത്യ ചെലവിന് പോലും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഇവർക്ക് അതിനുള്ള മാർഗവുമില്ല. സമീപവാസിക്ക് കനിവ് തോന്നി നൽകിയ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലാണ് ഇവർ ഇപ്പോൾ കഴിഞ്ഞു വരുന്നത്. കുടുംബത്തിൻ്റെ ദയനീയ സാഹചര്യം മനസ്സിലാക്കി കുടുംബത്തിന് സുഖമായി കഴിയുന്നതിന് വേണ്ട ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള സാഹചര്യം കൊട്ടിയം പുല്ലാങ്കുഴി ബിൽഡേഴ്സും കൊട്ടിയം ഡോൺ ബോസ്കോ കോളേജ് മാനേജ്മെൻറ്റും കൊട്ടിയം NSS യൂണിറ്റും സംയുക്തമായി ഒരുക്കി. അനിതയുടെയും സഹോദരി സുജിതയുടെയും സ്വപ്ന ഭവനത്തിൻ്റെ കട്ടളവെപ്പ് ചടങ്ങിൽ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ സജീവ് പുല്ലാങ്കുഴി, ഡയറക്ടർ അനന്തു സജീവ്, ഡോൺ ബോസ്കോ കോളേജ് മാനേജ്മെൻറ്റ് പ്രതിനിധികളായ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബോബി ജോൺ, പ്രിൻസിപ്പൽ ഡോക്ടർ വൈ ജോയ്, NSS പ്രോഗ്രാം ഓഫീസർമാരായ സാലി സ്നേഹ മേരി എബ്രഹാം, ക്യാമ്പസ് മിനിസ്റ്റർ ഫാദർ ജോ ഫെർണാണ്ടസ്, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ലിജോ കലമ്പാടൻ, കണ്ണീരിനൊരു കൈ ചാരിറ്റി പ്രോഗ്രാം കൺവീനർ അർച്ചിത് MP, പുല്ലാങ്കുഴി ബിൽഡേഴ്സ് മാനേജർ സജികുമാർ, ഡെയിലി ന്യൂസ് ഡയറക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായ ഷിബു റാവുത്തർ, മുഖത്തല സുഭാഷ്, ഡോൺ ബോസ്കോ കോളേജ് NSS യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് കൊട്ടിയം.